നമ്മൾക്ക് ഈ വീഡിയോ പാട്ടിൽ പ്രധാനമായിട്ടും വിൻഡോസ് സെർവർ 2025 ISO ഇമേജ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് വിൻഡോസ് സെർവർ 2025 ISO എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റ് നോക്കണം. അത് ഇവിടെ കാണാൻ സാധിക്കും, www.microsoft.com എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ആയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ISO എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. മുകളിൽ വിൻഡോസ് സെർവർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അവിടെ അകത്തല്ലേ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിൻഡോസ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വിൻഡോസ് സെർവർ 2025, 2022, 2019 തുടങ്ങിയവയൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്ക് അവത്തിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ലിങ്കിലോ ആ വെബ് പേജിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സെയിം വെബ് പേജിലോട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ISO എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ നെയിമും കാര്യങ്ങളും ഇമെയിലും ഇപ്പം കമ്പനിയുടെ പേര് കൊടുക്കുന്ന നിർബന്ധമില്ല, സെൽഫ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അങ്ങനെ എത്ര പേര് ഏതാ റീജിയൻ എന്ന് വെച്ചിട്ടുണ്ട് കൊടുക്കുക. എന്നിട്ട് കമ്പനി സൈസ് 1 എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടായതുകൊണ്ട് എല്ലാം മിനിമൽ ലെവലിൽ കൊടുത്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെ. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾക്ക് ഏത് ഇതിലുള്ള വേണ്ടെന്നുള്ളത്. നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും ISO ഇമേജിൻ്റെ. അപ്പോൾ നമുക്കിവിടെ ISO ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ISO ഡൗൺലോഡ് 64 ബിറ്റിൻ്റെ എഡിഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഇത് 5.6 GB ഉണ്ട്. 45 മിനിറ്റോളം എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാലും വെയിറ്റ് ചെയ്യാം.